ഇന്നെന്താണ്? ഇന്ന് ദിയക്ക് ലീവാണ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ അതാ വാങ്ങിച്ചിട്ടുണ്ട്. അതൊന്ന് അൺബോക്സിങ് ചെയ്യാന്ന് വിചാരിക്കാണ്. എടാ ദിയ, കാണിച്ചോട്. ദിയക്ക് ഒരു സാധനം വാങ്ങിച്ചിട്ടുണ്ട് ഫ്ലിപ്കാർട്ടിൽ നിന്ന്. വെറും 250 രൂപയേ ഉള്ളൂ. അപ്പോഴത് അൺബോക്സിങ് ചെയ്യാം. കാണിത് തുറതിയ. ഇതില് ഒരുപാട് കാർഡുണ്ട് ഗൈസ്. ഇതാ ഒരുപാടുണ്ട്. ഇതാ പിള്ളേർക്ക് പഠിക്കാനുള്ള ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, എല്ലാ വേർഡ്സും നമുക്ക് പഠിക്കുകയും ചെയ്യാം. ഇതാ ഒരുപാടുണ്ട് ഗൈസ്. ഈ യെല്ലോ കാണുന്നതൊക്കെ ഒരേ ടൈപ്പ്, ബ്ലൂ കാണുന്നതെല്ലാം യെല്ലോയിൽ വരുന്നതൊക്കെ ബിസ്ക്കറ്റ്, മാംഗോ, ഫുഡ് ഐറ്റം ആണെന്ന് തോന്നണം. ഫുഡ് ഐറ്റമാണ്. ബ്രെഡ്. യെല്ലോ കളറിൽ വന്നതൊക്കെ വാട്ടർ മെലൺ, അങ്ങനെ എല്ലാം കൂടെ. ഓണിയൻ. യെല്ലോയിൽ വന്നതെല്ലാം ഇതാണ്. ദിയ യെല്ലോ എല്ലാം സെപ്പറേറ്റ് ചെയ്തിയ. യെല്ലോ എല്ലാം സെപ്പറേറ്റ് ചെയ്ത് പോയി. ഞാൻ പറയട്ടെ. അടുത്ത് ഷർട്ട്. ഇത് ഏകദേശം ഒരുപാട് കാർഡുണ്ട്. ഇത് വർക്ക് ചെയ്യാൻ എങ്ങനെയാന്ന് കാണിച്ചു തരാം. അപ്പോഴിതാ ഗ്രാൻഡ് ഫാദർ, അങ്ങനെയൊക്കെയാണ് വരുന്നത്. ദിയ ബ്ലൂ, വീണടെ റെയിൻബോ. ദിയ മഞ്ഞയാണ് സെപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓഫ് ഗൈസ്. അടുത്ത് വന്നത് അപ്പോഴും ഗൈസ് ഇത് പിങ്കില് വന്നത് റെയിൻബോ, അങ്കിൾ, അതൊക്കെയാണ് പിങ്ക് സെപ്പറേറ്റ് ചെയ്യണം. നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് കാണിച്ചു തരാം. പെട്ടെന്നാവട്ടെ, അത് സ്പീഡാക്കാം. മഞ്ഞ ഇതാ ഉണ്ട്. അതെടുത്ത് വന്നത് ഗ്രീൻ വന്നത് ഡിനോസർ, അനിമൽസ് ആണെന്ന് തോന്നുന്നു. ഫ്രോഗ്, ഫ്ലാമിഗോ, കൊക്കോലോ ഒക്കെയാണ്. ഹെൻ കണ്ട എഴുതിയിരിക്കണം. ദിയ ഹെൻ പഠിച്ചു ഗൈസ്. അങ്ങനെ ദിയക്ക് ഞാൻ ഹെൻ കാണിച്ചു തരാം. ഹെൻ കണ്ട ജെല്ലി ഫിഷ്, അങ്ങനെ അനിമൽസ് എല്ലാം. കോസ്റ്റ്യൂംസ് ഒക്കെ വന്നത് ഓ മഞ്ഞ ഇങ്ങനെ വേ അടിക്കുവേ, എന്നാലേ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും എന്തൊക്കെ ഉണ്ടെന്ന് അറിയണ്ടേ. എല്ലാം സെപ്പറേറ്റ് ചെയ്ത് വേ. അപ്പൊ കോസ്റ്റ്യൂംസ് എല്ലാം വന്ന ബ്ലൂ ആണ് ഗൈസ്. കോസ്റ്റ്യൂം, വെഹിക്കിൾ, ഡെയിലി വെയർ ആക്സസറീസ് ഒക്കെ. അപ്പൊ വെഹിക്കിൾ, കേബിൾ കാർ, ഇതാ ബ്ലൂയില്. അംബ്രല. നീ യെല്ലോ ഇതുപോലെ മടക്കി വേ, പെട്ടെന്നാവട്ടെ. അപ്പൊ നോക്ക് ഗൈസ്, ഞങ്ങൾ ഇത് ഏകദേശം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിൽ വന്ന വെജിറ്റബിൾസ്, ഫുഡ്സ്, വെജിറ്റബിൾസ് ഒക്കെയാണ് ഈ കാർഡിൽ വരുന്നത്. ഒരുപാടുണ്ട്. പല ഇത് കാർഡാണ്. ആ കാർഡിൽ ബ്ലൂവിൽ വന്നത് ഡെയിലി ആക്സസറീസ് ആണ്. കൂടുതലും. ഇപ്പോഴത്തെ വെഹിക്കിൾസ്. ഒരു സൈഡ് ഡെയിലി ആക്സസറീസ്, ഇപ്പോഴത്തെ വെഹിക്കിൾസ്. രണ്ട് സൈഡും കാർഡിലുണ്ട്. വെജിറ്റബിൾസും ഉണ്ട്, ഫ്രൂട്ട്സ് ഉണ്ട്, വെജിറ്റബിൾസ് ഉണ്ട്. ഇതില് ഡെയിലി ആക്സസറീസ്. ഈ സൈഡ് ഡെയിലി ആക്സസറീസ് ഉണ്ട്, ഇതിൽ വെഹിക്കിൾസ് ഉണ്ട്. സെപ്പറേറ്റ് ചെയ്ത് വെച്ചോണ്ടിരിക്കുകയാണ് ഗൈസ്. ഇതാ വന്നുണ്ട്. ചില കാർസിലൊക്കെ വെഹിക്കിൾസ് മാത്രം രണ്ട് സൈഡ് ഉണ്ട്. ടാക്സി ഉണ്ട്, ഡബിൾ ഡെക്കർ ഉണ്ട്, പോലീസ് കാർ ഉണ്ട്, ആംബുലൻസ് ഉണ്ട്, ഡെയിലി ആക്സസറീസ്, കപ്പ് ഉണ്ട്, ടേബിൾ ലാമ്പ് ഉണ്ട്. ഇത് ഏകദേശം കഴിഞ്ഞു ഗൈസ്. ബ്ലൂ ആണ്. ഇങ്ങനെ വെച്ചാലേ അറിയാൻ പറ്റൂ എന്തൊക്കെയെന്ന് അറിയണ്ടേ. എല്ലാം ഷഫിൾ ചെയ്ത് വെച്ചാൽ ഒരു റബ്ബർ ബാൻഡ് ഇട്ടേ എല്ലാം കെട്ടിവേ. ഒരു സെക്ഷൻ ഒരു ദിവസം പണി. ബ്ലൂയില് വന്നത് കോസ്റ്റ്യൂംസ് ഉണ്ട്, പേഴ്സൺസ് ഉണ്ട്. പേഴ്സൺസ് മീൻസ് മൗണ്ടൻ, നാച്ചർ ഉണ്ട്. ഇത്രയും കോസ്റ്റ്യൂംസ് ഉണ്ട്. സ്കേർട്ട്, ഇപ്പുറത്ത് മാസ്ക്, പിന്നെ ജോബ്സ് ഉണ്ട്, നേഴ്സ് ഉണ്ട്, ജോബ്സ്, സോൾജർ ഉണ്ട്, ഷേപ്പ്, ഓവൽ. ഇതാ പിങ്കില് വരുന്നത് നേച്ചർ ഉണ്ട്, പേഴ്സൺ ഉണ്ട്, കോസ്റ്റ്യൂം ഉണ്ട്. അപ്പോൾ രണ്ട് സൈഡ് ഉണ്ട്. അപ്പോൾ കോസ്റ്റ്യൂംസ് ഉണ്ട്, ഡ്രസ് ഉണ്ട്, സ്റ്റോക്കിംഗ് ഉണ്ട്, സോക്സ് ഉണ്ട്. അപ്പോൾ അടുത്ത് നേച്ചറിൽ സണ്ണ് വരുന്ന, മൂൺ വരുന്ന, പിന്നെ കോസ്റ്റ്യൂം, സ്കേർട്ട് വരുന്ന, മാസ്ക് വരുന്ന. കോസ്റ്റ്യൂംസും അനിമൽസ്. ചില കാർഡിലൊക്കെ അനിമൽസ് മാത്രമേ ഉള്ളൂ. അനിമൽസ് തന്നെ 27 അനിമൽസിന് പിള്ളേർക്ക് പഠിക്കും.
അനിമൽസ് ആണ് ഇത് ഫുള്ള്. അപ്പൊ ഗ്രീനിൽ ഇതിലെന്താണ് പറ, ദിയ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും ഗൈസ്. അടുത്ത് ബ്ലൂ, യെലോയിൽ വെജിറ്റബിൾസ് ഉണ്ട്, ഫ്രൂട്ട്സ്, ഫുഡ് ഐറ്റം ഉണ്ട്, ഫ്രൂട്ട്സ് ഉണ്ട്, ക്യാബേജ് ഉണ്ട്, ഇപ്പുറത്ത് കോൺ ഉണ്ട്, കേക്ക് ഉണ്ട്, ഇപ്പുറത്ത് ഡംപ്ലിങ്സ്. ഒരു സൈഡ് വെഹിക്കിൾസ് ഉണ്ട്. വെഹിക്കിൾസ് തന്നെ ഒരുപാട് പഠിക്കാം. ഡെയിലി ആക്സസറീസ് ഇത്രയാണ് ഗൈസ് കാർഡിനെ പറ്റി പറയാനുള്ളത്. ഇനി ദിയ നിങ്ങൾക്ക് വർക്ക് ചെയ്ത് കാണിച്ചു തരും. വർക്ക് ചെയ്ത് കാണിച്ചു വിടും. അത് എങ്ങനെയാണ് എന്ന് കാണിച്ചു വിടും. ഓണാക്കി ഇതാ ലൈറ്റ് കത്തി ഹലോ പറഞ്ഞു. ഇതാ കണ്ട ഗൈസ്, ഞാൻ ഇപ്പൊ വെക്കാൻ പോണ ലയനാണ്. ഇങ്ങനെ വെച്ച് ലയൻ കണ്ട, ലയൻ എന്ന് പറയുകയും ചെയ്യും, ശബ്ദവും കേൾക്കും. അടുത്ത് തിരിച്ചു വെക്കുകയാണ്. അടുത്ത് എന്താണെന്ന് കേൾക്കാം, ശബ്ദവും ഉണ്ട്. അപ്പൊ ദിയ ഒരു കാർഡ് എടുത്ത് കാണിച്ചോളൂ. ദിയക്കും അറിയാം ഗൈസ്. അടുത്ത് തിരിച്ചു പോയി. എന്താണ് പറഞ്ഞത് ദിയ? അല്ല ഇപ്പൊ പറഞ്ഞ എന്താണ്? സൺ. അടുത്ത് മൂൺ. മൂൺ വേ മൂൺ. കണ്ടോ ഗൈസ്, ഇതാണ് വളരെ റേറ്റ് കുറഞ്ഞ് പിള്ളേർക്ക് ഇത്രയും കാർഡ് പഠിക്കുമ്പോൾ പിള്ളേർക്ക് വെഹിക്കിൾസ് പഠിക്കാം, ഡെയിലി എക്സസൈസ്. ഇതിന്റെ റേറ്റ് എന്ന് വെച്ചാൽ വളരെ നിസ്സാരമായ റേറ്റേ ഉള്ളൂ ഗൈസ്. വെറും 250 രൂപയ്ക്ക് ഇത്രയും വളരെ വൃത്തിയായിട്ടുള്ള ആണ്. ഇത്രയും പഠിക്കുമ്പോൾ തന്നെ ഇത്രയും വേർഡ്സുകൾ പഠിക്കുക, എല്ലാം മനസ്സിലാവാൻ ഗൈസ്. ദിയൊക്കെ ചെയ്ത് കാണിച്ചു തരും ഒരിക്കൽ കൂടെ. ചെയ്തോ. വൃത്തിയായിട്ടുള്ള സാധനമാണ്. നമുക്ക് പിള്ളേർക്ക് കുറെ വേർഡ്സും പഠിക്കാം, ഇത് പ്രൊനൗൺസിയേഷനും പഠിക്കാം. അങ്ങനെ ഞങ്ങൾ ഉച്ചയായിട്ടുണ്ട്. അപ്പം ചെറുതായിട്ടൊരു ബിരിയാണി വെക്കാന്നാണ് വിചാരിക്കുന്നത്. ഇത് അരി വേവിച്ച് വെച്ചിട്ടുണ്ട്. റെസിപ്പി അല്ല ഉദ്ദേശിക്കണം. അപ്പം ബിരിയാണിക്ക് വേണ്ടി ചോറ് ഇതാ വേവിച്ച് വെച്ചിട്ടുണ്ട്. നല്ല കറക്റ്റ് വേവുള്ള അരിയിലാണ് വെച്ചത്. ഇനി നമുക്ക് ബാക്കി വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ചോറൊക്കെ ആയിക്കഴിഞ്ഞു. മുന്തിരി അണ്ടിപ്പരിപ്പ് വേവിച്ചെടുക്കാം. ഗൈസ് ബിരിയാണിക്ക് ടേസ്റ്റ് കൊടുക്കണം. ഡെക്കറേഷൻ ഐറ്റംസ് എന്ന് കേട്ടിട്ടില്ല, അതാണിതാ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. വെജ് ബിരിയാണിയാണ് ഗൈസ് ഉണ്ടാക്കുന്നത്. ദിയയ്ക്ക് കുറച്ച് മുട്ട സ്ക്രാമ്പിൾ ചെയ്ത് കൊടുക്കണുണ്ട്. ഇതാ കുറച്ച് വറുത്തെടുക്കാം. മുന്തിരിയൊക്കെ വീർത്ത് വന്നു, ഇനി കരിഞ്ഞു വരും. അതുകൊണ്ട് മുന്തിരിയൊക്കെ എടുക്കണുണ്ട്. എല്ലാം വറുത്ത് വന്നിട്ടുണ്ട്. എല്ലാം കോരിയെടുക്കാം. ഇനി അടുത്ത് വറുത്ത് വന്നിട്ടുണ്ട്. ആയതുകൊണ്ട് പിന്നെ ഇന്ന് അവൾ വീട്ടിലുണ്ട്. അപ്പം പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. കുറച്ച് വേവണ വരെ വെയിറ്റ് ചെയ്യാം. ഇനി വെന്താന്ന് നോക്കാം. നമുക്ക് ഗൈസ് വെന്ത് വേവണമെങ്കിൽ നമുക്ക് യൂഷ്വലി എല്ലാവരും ചെയ്യുന്ന പോലെ നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. ഇത് വേവിക്കുന്ന റെസിപ്പി അല്ല, അതാണ് ഞാൻ പിന്നെ റെസിപ്പി ആയിട്ട് ചെയ്യാത്തത്. നോക്ക് ഗൈസ്, ഇനി നമുക്ക് ഉള്ളി വഴറ്റിയെടുക്കാം. എങ്ങനെ വേവിച്ചതെന്ന് പറയാം. ആദ്യം ഒരു കലം എടുത്ത് വെച്ച് അരയോളം വെള്ളം എടുത്തിട്ട് അതിൽ ഗ്രാമ്പൂ, പട്ട, ഏലക്കയൊക്കെ ഇട്ടിട്ട് പിന്നെ ഉപ്പ് ഇട്ട് കൊടുത്ത് കുറച്ച് എണ്ണ ഒഴിച്ച് പിന്നെ വെള്ളം തിളച്ച് വന്നിട്ടപ്പം ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേർക്കും കൂടെ ഒരു അര ഗ്ലാസ് അരി ഇത്ര ഇട്ട് പിന്നെ വെന്തു. നല്ല അരി ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു അരമണിക്കൂർ കൊണ്ടൊക്കെ വെന്ത് കിട്ടി. അങ്ങനെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. പിള്ളേർക്കൊക്കെ വളരെ ടേസ്റ്റി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. ഉള്ളി ഏതാ വരണ്ട് ബ്രൗൺ കളർ വരുന്നുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. കുറച്ചുകൂടെ ബ്രൗൺ കളറാണ്. വറുത്തെടുത്താൽ ടേസ്റ്റ് വരും. ഇതിൽ നമുക്ക് കുറച്ച് മുട്ട ക്രാമ്പിൾ ചെയ്തെടുക്കാം. ഇതിലേക്ക് എഗ്ഗ് ബിരിയാണിയാണ് വെച്ച് കൊടുക്കണം. അപ്പോൾ മുട്ട കൂടെ ഇടാം. പിന്നെ സോയാ സോസ് ഒന്നും സാധനം യൂസ് ചെയ്യുന്നില്ല. നമുക്ക് ഹോംലി ഫുഡാണ്. അതുകൊണ്ട് സോയാ സോസ്, ടൊമാറ്റോ സോസ് ഐറ്റംസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല.
നമ്മളെ വീട്ടിൽ എങ്ങനെ കിട്ടും അങ്ങനെയാണ്, അതേ ഇതിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതാ നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി കോരി എടുക്കാം. ഇത് ഏതെന്ന് വെച്ചാൽ കവച്ചാറ്റ് കിട്ടിയില്ലെന്നും ഉണ്ടെങ്കിൽ ഗൈസ് എല്ലാം കച്ചിരിക്കും, അതാണ് പ്രശ്നം. ഞാൻ ഇതാ മീഡിയം ഫ്ലെയിം തീയിൽ വെച്ചാണ് ഉള്ളി വറുത്തെടുത്തത്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി അടുത്ത് മുട്ട കാമ്പിൾ ചെയ്യാനുള്ള പരിപാടി നോക്കാം. ഇത് എണ്ണ ഒഴിച്ച് പാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്ത് ക്രാമ്പിൾ ചെയ്തെടുക്കാം. ക്രാമ്പിൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് എഗ്ഗ് ബിരിയാണി വേണമെന്ന് പറഞ്ഞ് പിന്നെ മുട്ട ഇട്ട് കൊടുത്ത്, പിന്നെ വേറെ ഒന്നുമില്ല ഗൈസ്. ഏതാ കുറച്ചുകൂടെയൊക്കെ എടുക്കാം. നല്ല വലിയ പീസായിപ്പോൾ ഇനി നമുക്ക് ചെറിയ പീസാക്കി എടുക്കാം. ഇതെന്തൊക്കെയാണ് പറഞ്ഞു കൊടുത്തിയ? ഓക്കെ, അപ്പൊ ബാക്കി സംസാരിക്കാൻ പോണ ദിയാണ്. റെഡിയല്ലേ ദിയ? ഓക്കെ, അപ്പൊ അതാ അടുത്ത് പാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് റൈസ് ഫില്ല് ചെയ്യാനുള്ളതൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് നെയ്യ് ഒഴിച്ച് റൈസും എല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. റൈസിൽ ഞാൻ ഇതുവരെ നെയ്യ് ഇട്ടിട്ടില്ല. അപ്പൊ ഗൈസ് നെയ്യ് ഞാൻ ഇപ്പോഴാണ് ഫില്ല് ചെയ്ത് കൊടുക്കണേ. ഇതാ മതിയാ? അപ്പൊ ഗൈസ് ഇതാ മുന്തിരി വേണോ അണ്ടിപ്പരിപ്പ് വേണോ? അതാ രണ്ടും തിന്നോ? തിന്നു, തിന്നാ മതി. അപ്പൊ ഗൈസ് ഇതാ ദിയരായിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇതാ ഇനി ദിയക്ക് ഞാൻ മുട്ട ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ വെജാണെന്ന്, അതുകൊണ്ട് ഇല്ല ദിയ മുട്ട തിന്നു. നിനക്ക് നാളെ നിനക്ക്. ഇപ്പൊ ഗൈസ് ഇതാ നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റി. ഇത് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അഭിപ്രായം പറയേണ്ട ദിയയാണ്. ഞാൻ ഇതാ ദിയക്ക് മുട്ട കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. വെജ് നാളെ നീ മുട്ട ഉണ്ടാക്കിയിടാ ഞാൻ നിനക്ക്. പറയാത്തെന്താ ആദ്യമേ? കണ്ടാ ഗൈസ് ഇങ്ങനെയാണ് ഈ പിള്ളേരൊക്കെ, ഇങ്ങനെയാണ്. ഒരിക്കൽ പറയാം എനിക്ക് ഇന്നത് വേണേ, എഗ്ഗ് ബിരിയാണി മതി. ഇപ്പൊ വെജ് ബിരിയാണി ആയ അവസ്ഥയായി. അപ്പൊ നമുക്ക് മുട്ട കൂടെ ഇട്ട് കൊടുക്കാം. ഇതാ എഗ്ഗ് ബിരിയാണി ആയിട്ടുണ്ട്. ഹേ ഗൈസ്, അങ്ങനെ ഇതായിട്ടുണ്ട് എഗ്ഗ് ബിരിയാണി. വളരെ ഈസി ആയിട്ട് ടേസ്റ്റോട് കൂടി ഉണ്ടാക്കാൻ പറ്റിയതാണ്. ഇതിലേക്ക് അച്ചാർ വേണോ വേണ്ടേ? ലുക്ക് ഇതാ മുട്ട ക്രാമ്പിൾ ചെയ്ത് ഇട്ടിട്ടുണ്ട്. തിന്നോക്ക് ദിയ കഴിച്ചു നോക്കുകയാണ്. വെരി ഗുഡാ, വെരി ടേസ്റ്റി. ഈ ചെറിയൊരു ബ്ലോഗ് ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. ഹോപ്പ് യു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.